അത് ശരി, നിങ്ങളോ? അല്ല, ഈ രാവിലെ പണി കഴിഞ്ഞിട്ട് എന്റെ മൊബൈൽ ഇവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് മൊബൈൽ കിട്ടിയോ? ആ കിട്ടി. അല്ല, മൊബൈല് കിട്ടിയാലേ അതുമായിട്ട് ഇങ്ങനെ വരമ്പത്തിരിക്കണമെന്ന് ചടങ്ങ് വല്ലതും ഉണ്ടോ? ചമ്മണ്ട. പിന്നെ നിങ്ങൾ കുത്തിക്കളച്ച് പോയതിന് ശേഷം ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി ഞാൻ ഇറങ്ങിയതാ. അപ്പോഴാ നിങ്ങളെ കണ്ടത്. ഹരി മുമ്പൊക്കെ ഇങ്ങനെയായിരുന്നു. രാത്രി പാടത്തിന്റെ കരയിൽ വന്നിരിക്കും. അവിടെ ഇരുന്നാണ് ഹരി കവിതയെക്കുറിച്ച് ആലോചിക്കുന്നതും കവിത എഴുതുന്നതും ഒക്കെ. ഇപ്പോഴത്തെ ഈ ഇരിപ്പ് കവിത എഴുതാനൊന്നുമല്ല, അല്ലടാ ഹരി? അല്ല, അത് പിന്നെ സാറേ. വേണ്ട ഉന്തണ്ട, എല്ലാം മനസ്സിലായി. ഈ കവികൾക്കും കലാകാരന്മാർക്കും ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ഭ്രാന്തുണ്ട്. അത് പലരിലും കൂടിയും കുറഞ്ഞും ഒക്കെ കാണും. ഇതൊക്കെ അതിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ നിങ്ങളിരുന്നോ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുക. അല്ല, ഞങ്ങൾ പോവാ. ഞങ്ങളിപ്പോ അവിടെ അമ്മാവൻ തിരക്കാൻ തുടങ്ങിക്കാണും. അല്ല, രാത്രി ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ കേട്ടിട്ട് കാലം കുറച്ചായി. കഴിച്ചു മോളെ, അത്താഴം കഴിച്ചു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, ആകെ ചമ്മലായിപ്പോയി. പുള്ളി എന്ത് കരുതിയിട്ടുണ്ടാവുന്നു? ഇങ്ങനത്തെ ഭ്രാന്തൊക്കെ കാണിക്കുമ്പോ ആലോചിക്കണ്ടേ? ഇത് ഭാർഗവൻ സാർ ആയതുകൊണ്ട് കൊള്ളാം. ഈ നാട്ടില് നമ്മളെ പരിചയമില്ലാത്ത ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഓടിച്ചിട്ട് തനിയനെ.